ഇതെപ്പോ വന്നു? ഇത് പിടിച്ചേ. ബോറേ. അവൻ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ കഴിക്കാൻ? ആസ് യൂഷ്വൽ ചപ്പാത്തി മുട്ടക്കറിയും. അപ്പൊ എങ്ങനെയാ ഇന്നും കോഫി മാഡം തന്നെയല്ലേ? ആ സൗണ്ട് ഒന്ന് പറഞ്ഞു. റാം പോയി കുളിക്കാൻ നോക്കും. ഇന്ന് ലേറ്റ് ആക്കല്ലേ കേട്ടോ. റാം ഇനി ലേറ്റ് ആയി ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് പോവും. ಮಾರ್ನಿಂಗ್ ಸರ್. ಮಾರ್ನಿಂಗ್. ಶರ್ಟ್ ಚೆನ್ನಾಗಿದೆ. ಥ್ಯಾಂಕ್ ಯು. ഇതെന്താണിത്? ഇങ്ങനെയാണ് ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യുന്നത്? എടോ, ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ മിനിമം 3 to 4 ടൈംസ് അത് ക്രോസ് ചെക്ക് ചെയ്യും. കന്നഡ പുറത്താ? ഇല്ല സർ. മലയാളിയാണ്. ഇന്റേൺഷിപ്പുകാർ ഇവിടെ എന്ത് പരിപാടിയാണ് കാണിക്കണത്? രാവിലെ വന്നു കഴിഞ്ഞാൽ വൈഫൈയും ഫേസ്ബുക്കും അല്ലാണ്ട് എന്ത് പണി ഇവിടെ നടക്കണേ? മാസം മാസം ശമ്പളം തരുന്നില്ലേ ഞങ്ങള്? ഇനി എത്ര ദിവസം ഉണ്ട് തന്റെ ഇന്റേൺഷിപ്പ്? 1 month സർ. ഇതൊരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ മലയാളികളെ ഇവിടെ എടുക്കാത്തത്. നിങ്ങൾ ഈ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒക്കെ കേൾക്കുന്നത് ഞാനാ. വൈകുന്നേരത്തിന് മുന്നേ റിപ്പോർട്ട് എനിക്ക് കറക്റ്റായി കിട്ടണം. കമോൺ. അത് എന്താ ഇത്? ഫുൾ ലേറ്റ് റിപ്പോർട്ട്സ് ആണല്ലോ ഇപ്പോൾ ആയിട്ട്. ഹു ഈസ് ചെക്കിംഗ് ദിസ്? ഏത് കോളേജിലാണ് പഠിക്കണേ? RLV കോളേജ്. ഏത് കോഴ്സ് ചെയ്യണേ? MCom. ഓ ഓക്കെ, ക്യാരി ഓൺ. താങ്ക് യു സർ. അതെ, എൻഡ് ഓഫ് ദ ഡേ ആ ഫയൽ ഇവിടെ സബ്മിറ്റ് ചെയ്യണം. സോറി സർ. സാർ, പുതിയതായിട്ട് ജോയിൻ ചെയ്ത ട്രെയിനീസിൻ്റെ ID കാർഡ് ഇഷ്യൂ ചെയ്യണമായിരുന്നു. ഞാൻ നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് റാം. ആ ഫയൽ ചെക്ക് ചെയ്തോ? ഇല്ല, ഞാൻ ആ ഫയൽസ് ചെക്ക് ചെയ്യുന്നേയുള്ളൂ. എൻ്റെ ടേബിളിൻ്റെ മുകളിലുണ്ട്. ടേബിളിന് മുകളിൽ വെക്കാനാണോ ഫയൽ? യെസ് സർ. കം ഓൺ. എനിക്ക് ഈവനിങ്ങിനുള്ള റിപ്പോർട്ട് കിട്ടണം. ഐ നോ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. താങ്ക് യു. ഹലോ രാഹുൽ. റാം എന്നും ഇങ്ങനെ ക്യാബിന് വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ. വേറെ വല്ല വഴി കണ്ടുപിടിക്കണം. റാം വല്ലതും കേക്ക് ഉണ്ടോ? റാം. Yes, baby. I think I'm quitting this job. Why?
എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഡെയിലി രാവിലെ ചീത്ത വിളിയാ. പ്രിയ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജോബ്. എല്ലാ ജോബും ഇങ്ങനെ തന്നെയാണ്, എല്ലാ ഇന്റേൺഷിപ്പും ഇങ്ങനെ തന്നെയാണ്. പ്രഷർ ഉണ്ടാവും, ഹാൻഡിൽ. റാമിന് പിന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പമാണല്ലോ. ലേറ്റായി വരുന്നവരെ ചീത്ത പറയുക, അറ്റൻഡൻസ് ഇല്ലാത്തവരെ സാലറി കട്ട് ചെയ്യുക, പിന്നെ മെയിൽ ചെക്ക് ചെയ്യുക, ലോഗിൻ ലോഗൗട്ട് ചെയ്യുക. യു ഗൈസ് ആർ ഓൾ സെയിം. എന്നും ലേറ്റ് അതിൻ്റെ സ്വഭാവം മാറും. റാം റാം അറിയാലോ, ഒന്ന് പോയി കുളിക്കോ? എനിക്കറിയാം ഒന്നും റെഡി ആയിട്ടുണ്ടാവില്ല. ഓഹോ റാം, ഈ ഷർട്ടിൻ്റെ കൂടെ ഈ പാൻസ് ചെയ്യില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പോയി മാറ്റിക്കേ. വെറുതെ സമയം കളയാം. ಸರ್ 10 ಕೊಟ್ಟರೆ 20 ಸಿಗುತ್ತೆ, 20 ಕೊಟ್ಟರೆ 40 ಸಿಗುತ್ತೆ. ಸ್ವಲ್ಪ ಟ್ರೈ ಮಾಡಿ ನೋಡಿ ಸರ್. ಏನು ಬೇಡ ಮಗ, ನಾನು ಎಷ್ಟು ಮಾಡಿದ್ರೆ ಅಷ್ಟು ಸಾಕು. ನೋಡಿ ನಾನು ಸ್ವಲ್ಪ ಟ್ರೈ ಮಾಡಕ್ಕೆ ನೋಡಿ. ಬರ. ಹೇ ಮಾರ್ನಿಂಗ್. ಮಾರ್ನಿಂಗ್ ಸರ್. ಪ್ಯಾಂಟ್ ಚೆನ್ನಾಗಿದೆ. ಸಿ എടോ ബോസ് തന്നെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ലേറ്റില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? എനിക്കറിയാമല്ലോ, രാവിലെ തൊട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ട്, പോയി കണ്ടോ. ആ ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. തൻ്റെ പേരെന്താ പറഞ്ഞേ? പ്രിയ. പ്രിയ. പ്രിയ, ഞാൻ ഇന്നലെ കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിച്ചത്. ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. ഓക്കെ, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് അവർ ജോബ് ആക്ച്വലി. ഇറ്റ്സ് ഓക്കെ സർ. എൻ്റെ ഹസ്ബൻഡും HR ആണ്. ഓ, പ്രിയ മാരീഡ് ആണോ? യെസ് സർ. ഓക്കെ. തൻ്റെ സാലറി ഇന്ന് ക്രെഡിറ്റ് ആവും. ഇനി ഒരു മാസം കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞു? ഓക്കെ ദെൻ ഗോ ആൻഡ് എൻജോയ് യുവർ വർക്ക്. താങ്ക് യു സർ. ടേക്ക് കെയർ. So the whole campaign is going down. So this is the plan. So as I said, സാർ എനിക്ക് കുറച്ചും കൂടെ ടൈം വേണ്ടി വരും. ഞാനത് see, ചെയ്തുതരും. last time ഞാൻ അതെ സാർ, അത് പറഞ്ഞായിരുന്നു. പക്ഷേ സാർ ഇത് തന്നെ പറഞ്ഞു. ആ. ഇഷ്യൂസ് ഒക്കെ ആയിട്ട് സാർ ഇപ്പോൾ ഫ്രീ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് തരാം. അപ്പോൾ സാറിന് മനസ്സിലാവും. I already reached home. ആ ഓക്കെ സാർ, എന്നാൽ പിന്നെ വിളിക്കാം സാർ. ഓക്കെ. I'll call you back later. സർപ്രൈസ്. എന്താ? നെക്സ്റ്റ് വീക്ക് നമ്മൾ മൂന്നാർ പോകുന്നു. ഫുൾ ചെലവ് എൻ്റെ വക. ടിക്കറ്റ്സ് ഒക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയ, എന്നോട് ചോദിക്കാൻ നീ എന്തിനാ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുന്നത്? ഐ ഹാവ് മീറ്റിംഗ്സ്. ഡോണ്ട് ഡു ദിസ്. റാം പ്ലീസ് നോ പറയല്ലേ. എൻ്റെ ഫസ്റ്റ് സാലറി ആയിട്ട് ഞാൻ ചെയ്യുന്നതല്ലേ. പ്ലീസ് നോ ഒന്ന് പറയല്ലേ. I'm sorry. Thanks. റാം.
നമുക്ക് ട്രിപ്പ് പോവാം. നമുക്ക് ട്രിപ്പ് പോവാം. പോവാം പ്ലീസ്. ഗ്രോ പ്രിയ. ಅಕ್ಕ 15 ರೂಪಾಯಿ ಬ್ಯಾಲೆನ್ಸ್ ಕೊಡಬೇಕಾಗಿತ್ತು. ರಾಮ್, ദേ ഈ ചേച്ചി എന്തോ പറയണു. പിന്നെ 15 ರೂಪಾಯಿ ಬ್ಯಾಲೆನ್ಸ್ ಕೊಡಬೇಕು ನಿನ್ನೆ ತರಕಾರಿದು. ಎಷ್ಟು ಮಾಡಲಾಗಿದೆ? റാം ഇപ്പം എന്തിനാ അവർക്ക് പൈസ കൊടുത്തേ? ഇന്നലെ സാധനമായിട്ട് നീ പൈസ കൊടുത്തോ? അതവർ ചോദിച്ചതാ. കഴുകാനുള്ള തുണി ഇങ്ങനെ വാരി വലിച്ചിട്ടെടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ബക്കറ്റ് വാങ്ങി വെച്ചിക്കണേ? പ്രിയ ആ കൂടെ കിട്ടുന്നൊരു വീക്കെൻഡാ, അത് സ്പോയിൽ ചെയ്യല്ലേ? റാമിന് പിന്നെ റാം മാത്രമാണല്ലോ ബിസി, ബാക്കിയുള്ളവർ ഇവിടെ പണിയെടുക്കാത്ത പോലെ. ഒരു ആർഗ്യുമെന്റിന് എനിക്ക് താല്പര്യമില്ല. വലിയ കാര്യമൊന്നുമില്ല. അപ്പന്റെ ജീവനാത്മൊക്കെ ഇതല്ലേ പറയാൻ പറ്റുന്നത്? ഇതൊരു 100 തവണ ഞാൻ കേട്ടതാ. നീ സെക്കൻഡ് ഇട്, ഞാനെന്താ ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നേരത്തെ ഇറങ്ങാമെന്ന്. ആ നീ ഇട്. ഒരാളൊരു കാര്യം കണ്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെയാണോ റാം ബിഹേവ് ചെയ്യുന്നേ? എന്താ റാമിന്റെ പ്രശ്നം? എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എല്ലാത്തിനും ഒരു ഒഴിഞ്ഞുമാറ്റം. പ്രിയ, ഞാനൊരു TV ചാനൽ മാറ്റിയതാണോ എന്റെ പ്രശ്നം? നീ എന്തിനാണ് ഓവറാക്ട് ചെയ്യുന്നത്? റാമിന് ഇപ്പൊ എല്ലാം ന്യൂട്രൽ ആണല്ലോ, ഒരു റിയാക്ഷനും ഇല്ല. റാമിനിപ്പോ റാമിന്റെ ഓഫീസ് മതി. പ്രിയ, എനിക്കൊരു ആർഗ്യുമെന്റിന് തീരെ താല്പര്യമില്ല. ഐ നീഡ് റെസ്റ്റ്. റാമിന് ഇവിടെ റെസ്റ്റ് മാറ്റാൻ ബാറുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്കിവിടെ എന്താ ഉള്ളേ? റാം എപ്പോഴേലും എന്നെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എന്നോടിപ്പോ സംസാരിക്കാറുണ്ടോ? എനിക്ക് വേണ്ടി എന്താ ചെയ്യണേ? ഹലോ രാഹുൽ, നാം തോ സുനാ ഹോഗാ. യാ വൈകിട്ട് എന്താ പരിപാടി? എടാ, ആ കൂടെ കിട്ടുന്നൊരു വീക്കെൻഡാണ്, എനിക്ക് വീട്ടിലിരിക്കണം. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാനില്ലേ? ഞങ്ങളത് കൂടുന്നുണ്ട്. ആ ശരി. ഈ വൈഫൈയുടെ പ്രശ്നം എന്താ? അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഒരു തേങ്ങ വർക്ക് ചെയ്യില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ആദ്യം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക, അപ്പോൾ പരിഹാരം തനിയെ വരും. റാമിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ്സ് ആ കബൂ ഇതിലൊന്ന് നോക്കി. തനിക്കിപ്പോ ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് പുഴുങ്ങി തിന്നാൻ. Face to face with a buoyant Stretford end. This could be the downing of the gun. ഇതെന്താന്ന് രാമൻ അറിയില്ല? എന്നോട് നോണ പറയായിരുന്നല്ലേ? ഞാൻ കാണുമൊന്നും വലിക്കാറില്ലല്ലോ. ഇത് എന്റെ അല്ല, രാഹുലിന്റെയാണ്. രാഹുലിന് സിഗരറ്റ് എങ്ങനെ റാമിന്റെ ബാഗിൽ വന്നു? പ്രിയ നിന്റെ ബാഗ് സെർച്ച് ചെയ്തേ? ഞാൻ ബാഗ് സെർച്ച് ചെയ്താ ഇപ്പൊ പ്രശ്നം.
റാമൊന്നും ചെയ്തിട്ടില്ല. പ്രിയ നിർത്തിക്കോ, നീ കുറെ നേരായി. റാം എനിക്കിവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ റാമിന്റെ തീരുമാനങ്ങളാണല്ലോ. എല്ലാം റാമിന്റെ കൺട്രോളിലും. റാം ഈ നാട്, ഈ വീട്, ഞാൻ പഠിക്കുന്ന കോളേജ് എല്ലാം റാമാണല്ലോ സജസ്റ്റ് ചെയ്തേ. പ്രിയ, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടി മാത്രം എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ നാടും ബിസിനസ്സും എല്ലാം വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് വന്നത് നമുക്ക് വേണ്ടിയിട്ടാ. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് തന്നേ. കാരണം ഇവിടുത്തെ കാര്യങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ചെയ്യുന്നൊന്നും എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. ഫോർ എ ബെറ്റർ ലൈഫ്. റാം എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും പറയും വേണ്ട. റാം, ഇന്നലെ എത്ര അടിച്ചു? അതിനെ താൻ അറിയുന്ന? പിന്നെ ആരാ റാം അറിയേണ്ടത്? റാമിന് തോന്നുന്ന പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനും കറങ്ങി നടക്കാനൊക്കെ സമയമുണ്ട്. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ വീട്ടില്. പ്രിയ, എനിക്ക് വീണ്ടും ഒരു വഴക്കിന് താല്പര്യമില്ല. അല്ലേലും റാമിനൊരു പ്രശ്നമില്ലല്ലോ. റാമിന്റെ എല്ലാ ഇഷ്ടങ്ങളും നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഇടയ്ക്ക് എന്റെ എന്തെങ്കിലും ഇഷ്ടം റാം അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ എന്താ വേണ്ട? ബി റെസ്പോൺസിബിൾ റാം. ഇത് കൊച്ചിയല്ല. ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അതൊന്ന് മനസ്സിലാക്കി റാം. നീ കാണാത്തതും എന്നെ അറിയാത്തതും നിന്റേതായി മാറുവാനൊഴിഞ്ഞു വച്ചു ജീവിതം. അകലെ ആകാശവും ഇരുളിലെ താരവും ഇരുളിലെ താരവും ഞാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞല്ലേ കേരണ്ടാന്ന് പിച്ചരാന്ന്.
പൊട്ടിക്കലുകാരനായിക്കണേ ആ ചെറുക്കന്റെ സൈക്കിൾ തൊട്ട് സ്വഭാവം മാറട്ടെ ഞാൻ പറഞ്ഞിരുന്നു ചെറുക്കൻ മര്യാദകൾ നിന്റെ ഓർമ്മ ഞാൻ സൈക്കിൾ വന്ന് കഴിഞ്ഞിട്ട് ബ്രെഡും ജാമും കഴിച്ചിട്ട് എന്ത് കിട്ടാനാ? കഴിക്കുമ്പോൾ നല്ല ഹെവി ആയിട്ട് കഴിക്കണം. ഞാൻ പറഞ്ഞ സാധനം കൊടുന്നോ? ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഈ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും ഒരു ഹോട്ടൽ ഫുഡിനും വരില്ല. അല്ല, ശരിക്കും നിനക്ക് മട്ടൻ കറി ഇഷ്ടമാണോ? റാം ഭയങ്കര ചില്ലല്ലേ? എനിക്കെല്ലാം അറിയൂ. താങ്ക് യു. വെൽക്കം. പ്രിയ, ഫോൺ. See, he's such a nice guy. നിനക്ക് ചുമ്മാ ഓരോന്ന്. ഇതൊക്കെ എന്ത് വെറും പട്ടിഷോ? ഞാനൊരു കാര്യം പറയട്ടെ. നീ ഓരോ വട്ടം നിങ്ങളുടെ സ്റ്റോറീസ് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കെന്ത് ഫീൽ ചെയ്യുന്നറിയോ? യു ഗൈസ് ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. സീരിയസ്ലി. റാം, ഒരു ഫോട്ടോ എടുത്ത് തരുമോ? തൻ്റെ ഫോണിലെടുത്താൽ മതി. ഹായ്, എന്നെയാണ് നല്ല രസമുണ്ടല്ലോ. എനിക്കൊന്ന് അയച്ചായിരുന്നേ. പിന്നെ റാം, കഴിഞ്ഞ ആഴ്ച തൻ്റെ ഓഫീസിൽ അമൽ എന്ന് പറയുന്ന ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? കുറച്ച് പുതിയ ട്രെയിനേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ രസന. ഓഫീസിൽ ഭയങ്കര പ്രഷറല്ലേ? പാർട്ട് ഓഫ് ദി ജോബ്. പ്രിയ, നമുക്ക് സെൽഫി എടുത്താലോ? വാ. ഇന്നലെ എന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ ഞാൻ എത്ര പേടിച്ചെന്നറിയോ? ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. സോറി. എന്തിനാ? ഒറ്റയ്ക്കാക്കി പോയേനെ. പ്രിയ, ഞാൻ ഇറങ്ങിക്കോട്ടെ. അപ്പൊ ശരി എന്നാ, ബൈ. ബൈ. താങ്ക് യു. ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ?
ആ ശരി എന്നാ ബൈ. 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 എന്താ 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 ദേഷ്യമൊക്കെ മാറിയോ? റാം എൻ്റെ ഓഫീസിലെ പ്രഷറിൻ്റെ കാര്യങ്ങളൊന്നും എന്നോട് പറയാഞ്ഞേ? ഞാനെന്തിനാ നിന്നോട് പറയുന്നത്? പിന്നെ ആരോടാ പറയാ? അങ്ങനെ എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റുമോ? അങ്ങനെ എല്ലാരോടും പറയൊന്നും വേണ്ട, ഭാര്യയായി എന്നോട് പറയാം. ഭാര്യയ്ക്കുന്ന അത്ര സ്പെഷ്യല്? എടുക്ക്. ഹലോ. ഓക്കെ, താങ്ക്സ്. എന്താ? എനിക്കറിയായിരുന്നു റാം വരുമെന്ന്. എങ്ങനെ? എൻ്റെ റാമല്ലേ? എന്തെങ്കിലും പറ്റിയോ റാം? കുഴപ്പമൊന്നുമില്ലല്ലോ? കൈ വേദനിക്കുന്നു. പിടിക്ക്. ബ്രോ എന്തൊരു സീൻ ഉണ്ടല്ലോ അവിടെ. എന്താണ്ടായ? ബൈക്കൊന്ന് സ്കിഡായി. ഓഫ്, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല. നിങ്ങളോട് വന്നാ? നിങ്ങളൊരു റിസോർട്ടിലേക്ക് വന്നാ? ആ, നിങ്ങളോട് പോക്കോ, വണ്ടികൾ നോക്കിയോളാം. ഇല്ല ബ്രോ, റിസോർട്ട് പാർക്കിംഗ് ആണത്. ഞങ്ങൾ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന, കുഴപ്പമില്ല, പേടിക്കണ്ട. ഇല്ല, ഇതൊന്നും ഊരി ആ ഹെൽമെറ്റ് എടുത്തോ. കുഴപ്പമൊന്നുമില്ലല്ലോ. വണ്ടി സേഫ് ആയിരിക്കും ഇവിടെ ഈ ഞാൻ മുകളിൽ എത്തിച്ചേക്കാം. ബൈക്ക് സൂക്ഷിക്കണം. സേഫ് ആയിരിക്കും ബ്രോ, കുഴപ്പമില്ല, പൊക്കോ. ബാഗ് താ, ഞാൻ പിടിക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ബൈക്കിൽ വരണ്ടാന്ന്. കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, ഇനി കുറച്ചും കൂടി ഉള്ളത് നമുക്ക്. തണുക്കണു. ഈ മല മൊത്തം ഞാൻ കയറണോ? കൊള്ളാം. ചേട്ടാ, യെസ് മാം. ഈ റൂമിൽ ഫാൻ യൂസ് ചെയ്യുന്നില്ലല്ലോ? ഞാനൊന്ന് മൂന്നാറാണ്, ഇവിടെ സാനിറ്റൈസിന്റെ ആവശ്യം വരാറില്ല. ഹാപ്പി സ്റ്റേ മാം. എവിടെ പോയതാ? പുറത്തു പോയതാ. സത്യം പറ, എവിടെ പോയതാ? സത്യമായിട്ടും പുറത്തു പോയതാ. സിഗരറ്റ് വലിക്കാൻ പോയതല്ലേ? ഞാൻ വലിച്ചിട്ടില്ല. നീ ബാലൂർക്ക്, എനിക്ക് വാഷ്റൂം പോകണം. ഇല്ല, സത്യം പറയാതെ ഞാൻ തുറക്കില്ല റാം. എനിക്ക് വാഷ്റൂം പോകണം, തുറക്ക് പ്ലീസ്. ഇല്ല. ഇതാ വന്നു, നമുക്ക് വന്നിട്ട് വരാം കേട്ടോ. റാം, നമുക്ക് 2 ദിവസം ഇവിടെ സ്റ്റേ ആയിരുന്നു അല്ലേ? പ്രിയ, നമുക്ക് ബാംഗ്ലൂർ എത്തേണ്ടതാണ്. എനിക്ക് ഓഫീസുണ്ട്. നോ വേ.
റാം നമുക്ക് പോവാം. നമുക്ക് 2 ദിവസം കണ്ടു പോവാം. ഐ മീൻ മറ്റന്നാ പോവാം. ഇല്ല, ഇപ്പൊ പോണം. കഴിച്ചിട്ട് പോയാ പോരെ? റാം ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ. പ്രിയ, ആരാടോ അത്? ഏത് റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന ആ വൈറ്റ് ഷർട്ട്. അതെങ്ങനെ റാം കണ്ട്? റാം എങ്ങനെ കണ്ടു എന്നുള്ളത് പിന്നെ പറയാം. ആരാ അത്? അതെൻ്റെ എക്സ് ബോയ് ഫ്രണ്ട്. എക്സ് ബോയ് ഫ്രണ്ടോ? ഇത്രയും കാലം പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണം. ശരിയാണല്ലോ. നിക്ക് ഞാൻ പറയട്ടെ. വിഷ്വൽ ഇല്ല, ഓഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ 9th പഠിക്കുമ്പോൾ ആ ചേട്ടൻ 12th ഞങ്ങൾ ഡെയിലി രാത്രി വിളിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ വിളിച്ചിരുന്നാൽ നമ്മളെങ്ങനെ പഠിക്കുമെന്ന്. പഠിച്ചാലല്ലേ നല്ല ജോലി കിട്ടൂ, ജോലി കിട്ടിയാലല്ലേ കല്യാണം കഴിക്കാൻ പറ്റും. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറയാ, ജീവിതത്തിൽ രക്ഷപ്പെട്ട എല്ലാവരും ബാക്ക് ബെഞ്ചേഴ്സും പഠിക്കാത്തവരുമാണ്. എന്നിട്ട് 9th റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ബ്രേക്കപ്പ് വിളിച്ചു. ഇത്ര ചെറിയ കാര്യത്തിനോ? ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. റാം ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നോ? റാം, ഈ ആൾക്കാർ എന്താണ് ഇപ്പോഴത്തെ സിഗരറ്റ് വലിക്കണേ? അതിൻ്റെ ലോജിക്ക് എന്താ? അതിനെ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. വലിച്ചു ശീലിച്ചവർക്ക് എവിടെ പോലും വലിക്കാൻ തോന്നും. ബാക്കിയെല്ലാം വെറും കാരണങ്ങൾ മാത്രം. റാമിന് ഇപ്പോൾ വലിക്കാൻ തോന്നാറുണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ് സ്വാതി. ഇല്ല ചേച്ചി, പക്ഷെ ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാ വന്നേ. ചേച്ചി, ഞാൻ ബോസിന് മെസ്സേജ് അയച്ചിടാം. ശരി. എന്താണോ രാവിലെ തന്നെ? ഞാൻ ലീവ് പറയാതെ വന്നേ. നന്നായി, HR-ന്റെ ഭാര്യ തന്നെ. എന്തേലും ഒരു വഴി പറ റാം. ജോലി തീർത്താറിന് ബോസ് ചീത്ത പറഞ്ഞില്ല.
Don't repeat this, Priya. ഒരു HR വന്നിരിക്കുന്നു. നിനക്ക് ആരെയും റിസോർട്ട് സജസ്റ്റ് ചെയ്തേ? അത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തേ. ഫ്രണ്ടാ? കൊള്ളാല്ലേ? ഇതെന്താ ഇവിടെ? തിരിച്ചു മുട്ട്. Excuse me. Hi. Ada, I call you back. Ram. Siddharth. Hi. Ram, family ആയിട്ടാണോ? അതെ, with my wife. അത് പ്രിയല്ലേ? ഓ, നിങ്ങൾക്ക് મને പരിചയമുണ്ടോ? പ്രിയ, ഫ്രണ്ട്. പ്രിയ, ഫ്രണ്ട്. ഹായ്. ഹായ് പ്രിയ. ഹായ്. നിങ്ങളുടെ റൂം നമ്പർ 105 അല്ലേ? 105. ഓ. ഗൈസ്, 1 സെക്കൻഡ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്. യാ, ഓക്കെ ഓക്കെ. ഹായ്. ഹായ്. ഹൗസ് ലൈഫ്? സുഖായിരിക്കുന്നു. റാം? നൈസ് ഗൈ. ഞങ്ങൾ കുറച്ച് മുമ്പ് പരിചയപ്പെട്ടുള്ളൂ. പ്രിയ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ M.Com പഠിക്കുക. M.Com? വിച്ച് കോളേജ്? RW ബാംഗ്ലൂർ. യാ, ഞാൻ ഒരിക്കലൂടെ പോയിട്ടുണ്ട്. ഇറ്റ്സ് എ നൈസ് ക്യാമ്പസ്. സിദ്ധാർത്ഥ് എന്ത് ചെയ്യുന്നു? ഓ, അപ്പോൾ എൻ്റെ പേരൊന്നും മറന്നിട്ടില്ല. ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നു. ഇവിടെ ഹണിമൂൺ ട്രിപ്പാണ്. ഹായ്. സോറി, ഒഫീഷ്യൽ കോൾ ആയിരുന്നു. സോ നൈസ് മീറ്റിംഗ് യു. സീ യു. ബൈ. ബൈ. ഹലോ. ഇവനെ ഞാൻ എവിടെയോ മുന്നേ കണ്ടിട്ടുള്ള പോലെ. ദേ, ഒരുമാതിരി പരിപാടി കാണിക്കരുത്. ഞാനെന്ത് പരിപാടി കാണിച്ചു? റാം എന്തിനാ എന്നെ കുരങ്ങനെ മുന്നിൽ കൊണ്ട് നിർത്തിയേ? കൊരങ്ങനോ? എന്താ നിന്റെ പ്രശ്നം? നീ അതിനെ കണ്ടതിലാണോ അതോ ഞാൻ എന്നോട് സംസാരിച്ചതിലാണോ? അതൊന്നും പറഞ്ഞ റാമിന് മനസ്സിലാവില്ല. ഞാൻ ഇനി ജീവിതത്തിൽ അവനെ കാണണ്ടെന്ന് വിചാരിച്ചതാ. ഇന്ന് കണ്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. നീ അവനെ സ്നേഹിച്ചതല്ലേ? സ്നേഹിച്ചിരുന്നു. ഈ സ്നേഹിച്ചവരെ പിന്നെ കാണുമ്പോ എന്തിനാണ് ഈ ചമ്മലും ഒഴിഞ്ഞു മാറ്റൊക്കെ? സ്നേഹവും സന്തോഷമല്ലേ തോന്നണ്ടേ? തുടങ്ങി ഫിലോസഫി. അല്ല, അപ്പൊ മുന്നേ സ്നേഹിച്ചിരുന്നവരെ കണ്ട സ്നേഹം തോന്നുവല്ലേ? തീർച്ചയായും. അല്ല, റിസോർട്ട് ബുക്ക് ചെയ്യും നീ, ടിക്കറ്റ്സ് ബുക്ക് ചെയ്യും നീ, ഇങ്ങോട്ട് വരാൻ വേണ്ടി വീട്ടിൽ ഇല്ലാത്ത കാരണം പറഞ്ഞ് അടി ഉണ്ടാക്കിയത് നീ. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ നിന്റെ എക്സ്. അല്ല, മനസ്സിലാവുന്നുണ്ട്? മനസ്സിലായിക്കോ. നീ നിന്റെ എക്സിനെയും വൈനെയും എന്താന്ന് വെച്ചാലോചിച്ചിരിക്കും. അപ്പൊ റാമിന് ഞാൻ ഇൻ കേസ് അങ്ങനെയൊക്കെ ചെയ്താ കുഴപ്പമൊന്നുമില്ല? അങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നല്ല. നിന്റെ ജീവിതമല്ലേ, നീ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് ചെയ്യാനുള്ളതല്ല, ഞാൻ ചെയ്യും.
ಏನೋ ಪ್ಲಾನ್ ಮಾಡಿದ್ದಾರೆ ನೋಡೋಣ. ഓക്കെ അപ്പൊ കാണാം. ബൈ. Okay. ശരി. രാം നിന്റെ എക്സ് ബോയ് ഫ്രണ്ടാ ഈ റിസോർട്ടിന്റെ ഓണർ. സ്റ്റാറ്റ് കൊടുത്തേക്ക്. തേക്കണ്ടായിരുന്നു. ஸோ 105 ஸ்பெஷல் கெஸ்ட்னு சொன்னாங்களே உங்க ஃப்ரெண்டுங்களா? ഇതാ ഈ ചായ കുടിക്കും, എൻ്റെ തലവേനൊക്കെ പോകും. നമ്മുടെ നാടിന്റെ ഭംഗിയൊന്നും വേറെ ഒരു ബാംഗ്ലൂരിനും ഇല്ല. അത് നീ ബാംഗ്ലൂരിൻ്റെ ഔട്ടർ സ്പേസ് കാണാത്തോണ്ടാ. എന്നെ കൊണ്ടുപോകത്തോണ്ടല്ലേ? ആ അടുത്തടിക്കുള്ള വകുപ്പായിരിക്കും. എൻ്റെ പൊന്നു പറയാ, ഓഫീസിൽ തിരക്കുള്ളതുകൊണ്ടല്ലേ. ഹലോ, എപ്പോ? എന്നിട്ട് അമ്മ ഞാൻ അങ്ങോട്ട് വരാം. ആ എന്താടോ? അമ്മമ്മ ബാത്റൂമിൽ വീണുന്ന്. എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. ഞാൻ കൊണ്ടേക്കാം. വേണ്ട റാം, വരണ്ട, ഞാൻ പൊക്കോളാം. അതെന്താ, ഞാൻ കൊണ്ടേക്കിയ പോരെ? വേണ്ട റാം, അല്ലെങ്കിലേ ഇപ്പം ടയേർഡാ, ഞാൻ പൊക്കോളാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ കൊണ്ടേക്കാം. വേണ്ട റാം, ഞാൻ പൊക്കോളാം. റാമിന് ഓഫീസുള്ളതല്ലേ, അല്ലെങ്കിൽ റാം ഇപ്പം ടയേർഡാ, ഞാൻ പൊക്കോളാം. ഞാൻ കൂടെ വരാം. വേണ്ട. എത്തിക്കും വിളിക്കണം. Do miss me, okay? ഹലോ. ഹലോ. വീടെത്തിയോ? ആ, വീടെത്തിയിട്ട് കുറച്ച് നേരമായി. അമ്മമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യും. എന്നാലും നാളെ തന്നെ പാടോ? എന്തായാലും വന്നാലേ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് അമ്മ പറഞ്ഞു. വാടോ പ്ലീസ്. ഞാൻ ഇല്ലാത്തതിന്റെ വില മനസ്സിലായോ? ഡു മിസ് മീ, ഓക്കെ? അകലെ ആകാശവും ഇരുളിലെ താരവും നിറയുമെൻ യാത്രയിൽ പ്രകാശമായി നീ മനസ്സിലേക്കാകിയായി കഴിഞ്ഞൊരെന്നാളിലോ നനച്ചിടാത്തൊരീ വികാരമെന്നിലൂർന്നതെന്തിനോ അകലെ ആകാശവും ഇരുളിലെ താരവും
നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്? വരുന്നതും പോണതും ഒക്കെ മലയാളീസ് ആണല്ലോ. ബ്ലസ്സേ, അതിൻ്റെ ഉത്തരം നിന്റെ കമ്പ്യൂട്ടറിൽ തന്നെ കാണും. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും റിപ്പോർട്ടിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് കഴിച്ചാലോ? കിട്ടാലോ? നമുക്ക് കഴിക്കാൻ രാം സാറേ. വേഗം വാ. ഹായ്, മൈ നെയിം ഈസ് നിറ്റിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തായിരുന്നു. ഹാ, കഴിഞ്ഞ ആഴ്ച ട്രെയിനേഴ്സ് ജോയിൻ ചെയ്തിരുന്നു. അതെ അതെ, സാറിൻ്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സാർ ഒന്നും വിളിക്കണ്ട, കോൾമി രാം. രാമേട്ടനെ മനസ്സിലായ? രാമേട്ടൻ? ആ, RLV കോളേജ് വിഘ്നേഷ്, അവൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഞാൻ. അപ്പൊ പിന്നെ കാണാം. അതെ, ഈ താടി, ഓപ്പൺ ബട്ടൺ, ഔട്ടിൻ, ഇതൊരു ഓഫീസാണ്. രാമേട്ട, ഇതൊക്കെ ട്രെൻഡിങ് ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡാണ്, ഫേമസ്, കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്. അത് പുറത്ത് കാണാം. നിനക്ക് ആളെ മനസ്സിലായ? മനസ്സിലായി. എന്താണ്? ക്രിയേറ്റീവ് പീപ്പിൾ ഇസ് ഓൾവേസ് ഡിഫറെന്റ്, യു നോ. എനിക്ക് അവനോട് പറഞ്ഞ തന്നെ നിന്നോടും പറയാനുണ്ടോ? ഒരു ക്രിയേറ്റീവ് പീപ്പിൾ. നീ വന്നേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്ക് ഈ ഫോൺ വേണം. എത്ര നാളെ അറിയോ ബർഗർ കഴിച്ചിട്ട്? എന്നും അവളുടെ ഉണക്ക ചപ്പാത്തി മടുത്തു. പിന്നെ ആ അക്കൗണ്ടിലുള്ള ദർശനല്ലേ, മലയാളിയാണ് അത് കന്നഡിയാണോ? ഏത്? ആ ചുരുണ്ട കൂടിയോ? അത് മലയാളിയാ? നീ നോക്കണ്ട? എനിക്കിവിടെ ഓൾറെഡി ഒരെണ്ണുണ്ട്, തൽക്കാലം അത് മതി. നിനക്ക് പഴയ ഭാഷ ഒന്നുമില്ല ഏട്ടാ. ഹായ് റാം. ഹായ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ മഞ്ജുനാഥ് ടെർമിനേറ്റ് ആവുമല്ലേ? അപ്പോ സർവലൻസ് പേയ്മെന്റ് കൊടുക്കണോ, പേയ്മെന്റ് സെറ്റിൽമെന്റ് കൊടുക്കണോ? Why is getting terminated? അക്കൗണ്ട്സിലെ എന്തോ ഫ്രോഡ് സീൻസ്. ആ 15 ഡേയ്സിന്റെ സാലറി കൊടുത്തിട്ടാ മതി. ഓക്കെ. നീ എന്ത് ദുഷ്ടനാടാ. ദർശന ഏത് കോളേജിലാണ് പഠിച്ചേ? PSD കോയമ്പത്തൂർ. ഓ, PSD. Are you single? യെസ്, ബട്ട് എനിക്കൊരാളോട് ഇഷ്ടമുണ്ട്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഇരിക്കി, ഞാനൊരു കോഫി എടുത്തിട്ട് കേട്ടോ. ഗുരു. റാം, ഹൗസ് പ്രിയ? ഷീസ് ഫൈൻ, നാട്ടിലാണ്. അന്വേഷണം പറയണേ. ഷുവർ. റാം, എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ്. എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ്. എന്താ പരിപാടി? പാർട്ടിയാണോ? നീ വാ. പ്രിയപ്പരും അവളെന്തോ സർപ്രൈസ് തരാനുള്ള പ്ലാനാ. പിന്നെ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എനിക്കോ? ആ, പ്രിയവിന്റെ വൈഫാണെന്ന് പറഞ്ഞപ്പോ ഞാനാകെ ഞെട്ടിപ്പോയില്ലേ. അപ്പൊ നീ ഇവന്റെ കല്യാണ ഫോട്ടോ ഒന്നും കണ്ടില്ലടാ? അതിന് സോഷ്യൽ മീഡിയ വരുമതില്ല. രാഹുൽ, നിങ്ങളൊക്കെ ക്ലാസ്മേറ്റ്സ് ആണോ? പ്രിയാണ് പോകുന്നുണ്ട്. സർപ്രൈസ്. പ്രിയ, നിക്ക് ഫ്രഷ് ആവട്ടെ. എന്താ പറയാ, ഇത് നമ്മുടെ വീടല്ലേ, ഇരിക്കി. പ്രിയ, തനിക്കറിയോ ഇവരുടെ കോളേജ് സ്റ്റോറീസ് ഒക്കെ? ഇല്ല.
ബേബി ബാക്കി പറ. ഞങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന കാലം. Mr. Rahul and Mr. Ram, you both have been suspended from this college for 1 month. ಯಾಕೆ ಬರ್ತಿದ್ದೀರಾ ಇಬ್ರು ನೀವು ಕಾಲೇಜ್ಗೆ? ಜಗಳ ಮಾಡೋದಿಕ್ಕ ಇಲ್ಲಂದ್ರೆ ಓದೋದಿಕ್ಕ? ആ മോനെ കോളേജിലേക്ക് ഇറങ്ങിയോ? പൈസ അയച്ചിട്ടുണ്ട് കേട്ടോ. ലേറ്റായി ഇറങ്ങിയാലോ? ഒന്ന് പൊട്ടിയിടറങ്ങും. നിനക്കൊന്നും തരാനായിട്ട് എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. ಸ್ವಲ್ಪ ವೇಟ್ ಮಾಡಿ ಆಮೇಲೆ ಬರ್ತೀನಿ.